നമ്മൾ 105 രൂപ കൊടുത്താൽ പെട്രോൾ അടിക്കുന്നത്. അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം സ്വയം, എന്തേ ഒരു സമരം ഇല്ലാത്തത്? നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി എന്നൊരു സാധനം, വാങ്ങൽ ശേഷി മറ്റ് പല സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് തീരെ കുറവാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തേ സമരം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തത്? വിലക്കയറ്റം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? വെളിച്ചെണ്ണയുടെ വില എത്രയാണ് അമൃത? അത് മാത്രമല്ല ചോദി എന്തേ സമരമില്ലാത്ത ആലോചിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ സകല ജീവിത മേഖലകളെയും ഈ സർക്കാർ എടുത്ത് തകിടം മറിച്ച് വെച്ചിരിക്കുകയാണ്. വലിയ ഒരു കോസിനെ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരികയാണ്. അതിനെ പിന്തുണയ്ക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ പേർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ അതിൽ മിഡിൽ ക്ലാസ്സിന്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയും മിഡിൽ ക്ലാസ്സിന് പ്രശ്നമുണ്ട്. തൊഴിലാളികളുടെ സമരം എന്ന് കേൾക്കുമ്പം സ്തംഭിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കേണ്ടത്. മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം അതിനെ സമീപിക്കാൻ അങ്ങനെയായിരിക്കും. പൊതുവെ തൊഴിലാളി സമരം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് CIT-കാർ, കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിൽ മുടക്കികൾ, സ്ഥാപനം പൂട്ടിക്കുന്ന ആൾക്കാർ, അവന്മാർ ദ്രോഹം കാണിക്കുന്ന ആൾക്കാർ, വഴിയിൽ വണ്ടി തടഞ്ഞിട്ട് കാറ്റൂരിടുന്ന ആൾക്കാർ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. എന്നാൽ അത് സമരങ്ങളോടുള്ളൊരു പുച്ഛം പൊതുവെ മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കാളിത്തമുണ്ട്. പ്രിവിലേജായ മനുഷ്യന്മാർക്ക് പൊതുവെ അത് കാണുമ്പോഴുള്ള അസുഖം കൂടുതൽ. പക്ഷെ നമ്മളെവിടെയാണ് സമരം ചെയ്ത് ഉണ്ടാക്കിയ രാജ്യമാണിത്. സമരത്തോടുള്ള നമ്മുടെ ഈ പുച്ഛമേ, നമ്മൾ അവകാശങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് സമരം ചെയ്തിട്ടാണ്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അതിജീവനത്തിന് പ്രധാനമാണ്. ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ശരിയായി നിങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും ശ്രമിച്ചാൽ എന്തേ സമരങ്ങളില്ലാത്തതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ 105 രൂപ കൊടുത്താൽ പെട്രോൾ അടിക്കുന്നത്. അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം സ്വയം, എന്തേ ഒരു സമരം ഇല്ലാത്തത്? നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി എന്നൊരു സാധനം, വാങ്ങൽ ശേഷി മറ്റ് പല സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് തീരെ കുറവാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തേ സമരം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തത്? വിലക്കയറ്റം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? വെളിച്ചെണ്ണയുടെ വില എത്രയാണ് അമൃത? അത് മാത്രമല്ല ചോദി എന്തേ സമരമില്ലാത്ത ആലോചിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ സകല ജീവിത മേഖലകളെയും ഈ സർക്കാർ എടുത്ത് തകിടം മറിച്ച് വെച്ചിരിക്കുകയാണ്. അത് ചോദിക്കാൻ ചെല്ലുന്നവരോട് നമുക്ക് അമ്പലവും പള്ളിയും വേണ്ടതെന്ന് ചോദിച്ച് മൊത്തം റീറൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സോ ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും സമരം ചെയ്യാനും വരുന്ന സതുദ്ദേശപരമായ സകല സമരധാരകളെയും പിന്തുണയ്ക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സമരത്തെ എല്ലാവരും ധാർമ്മികമായി പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ പറയുക.